Namaste, my dear students. Today we are going to see the chapter more on Windows 7. Last year we have studied about Windows 7. What is meant by Windows 7? Windows 7 is nothing but an operating system. It's just an operating system. So, what is an operating system? An operating system is a system software that makes all the programs or all the softwares to run on a computer. A computer system mainly consists of hardware and software that we have already learned. A computer system will consist of hardware and software. Hardware means the physical parts, that is speaker, keyboard, monitor, printer, etc. And the software means the thing which you are using inside the computer, that is the things installed in the computer. For example, MS Paint, MS Excel, PowerPoint. These are all softwares which you can use in the computer, but we cannot touch the software. അല്ലേ? നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുമോ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് പെയിന്റ് എന്ന് പറയുന്നത് കയ്യിലെടുത്ത് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇതാണ് കേട്ടോ പെയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അല്ലെ ഇതാണ് കേട്ടോ MS Excel എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഇതാണ് പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കയ്യിലെടുത്ത് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പക്ഷെ ഹാർഡ്വെയർ മീൻസ് ദ ഫിസിക്കൽ പാർട്സ് വിച്ച് വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ ദ പ്രസൻസ്. ഓക്കെ, ഹാർഡ്വെയർ മീൻസ് എന്താണ്? നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കാം. കീബോർഡ് ഇതാണ് കേട്ടോ കീബോർഡ്, നമുക്ക് എടുത്ത് കാണിക്കാം. അല്ലെ മൗസ്, ഇതാണ് മൗസ്. ഇനി അതല്ല CPU ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനുള്ള കേബിൾസ് ഉണ്ടായിരിക്കും, അതിനുള്ളിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരിക്കും. മോണിറ്ററിനാണെങ്കിലും അതെ. ഇതെല്ലാം ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദീസ് ടു തിങ്സ്. ഹാർഡ്വെയർ വേണം, സോഫ്റ്റ്വെയർ വേണം. അതല്ലാണ്ട് സോഫ്റ്റ്വെയർ മാത്രം വെച്ചിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഹാർഡ്വെയർ മാത്രം ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എപ്പോഴും കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നതെല്ലാം നമുക്ക് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, an operating system is a system software that makes the programs or application softwares to run in the computer. ഓക്കെ, ഡിഫറെൻറ്റ് കമ്പനീസിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. അതിൽ മെയിൻ ആയിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, നമ്മൾ സിസ്റ്റം ഇപ്പോൾ വീട്ടിൽ കാണുന്നതാണെങ്കിലും അല്ലെങ്കിൽ ലാബിലെല്ലാം യൂസ് ചെയ്യുന്നത്, പിന്നെ അതെല്ലാം ഒരുവിധം എല്ലാ നമ്മൾ ഷോപ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവിടെ എല്ലാം കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അതിന്റെ കുറെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ. Microsoft Windows, MS means Microsoft. Okay, short form of Microsoft is MS. Okay, Microsoft Windows 98, Microsoft Windows XP, Microsoft Windows Vista, Microsoft Windows 7, Microsoft Windows 8. These are some of the examples of Microsoft operating system. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 8 അതിന്റെ അഡ്വാൻസ്ഡുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ 7, 8 ഒക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പഴയ വേർഷൻസ് ആണ്, ഇതൊന്നും ഇപ്പൊ എവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ കോമൺലി യൂസ് ചെയ്യുന്നത് 7 മുതലുള്ള മുകളിലേക്കുള്ളതാണ് കോമൺലി നമ്മൾ ഇന്ന് കാണുന്നത്. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നൗ വി ക്യാൻ സീ സം ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് വിൻഡോസ്? മെയിൻലി ദ ഫസ്റ്റ് ഫീച്ചർ ഈസ് ദിസ്. ഇതത് വായിക്കാം, ഇത് വായിച്ച് നാം വിളിക്കണ്ട, എന്നൊന്നും വായിക്കണ്ട. ഷോർട്ട് ഫോം ഓഫ് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. എന്താ ഇതിന്റെ അർത്ഥം? വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. നിങ്ങൾ എന്ത് കാണുന്നോ അത് നിങ്ങൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ എന്ത് പിക്ചർ കാണുന്നോ അതിന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എന്ത് ടെക്സ്റ്റ് കാണുന്നോ, എന്ത് ഇമേജ് കാണുന്നോ അതെല്ലാം നമുക്ക് ഒരു പ്രിന്റ് ഔട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടേഴ്സിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. വിൻഡോസ് മുതലാണ്, അതായത് വിൻഡോസ് ഇത്തരം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് എന്ന് പറയുന്ന ഒരു മെയിൻ ഫീച്ചർ നമുക്ക് അവൈലബിൾ ആയത്. ഓക്കെ, ദാറ്റ് ഈസ് എ മെയിൻ ഫസ്റ്റ് ഫീച്ചർ. ദാറ്റ് ഈസ് വിൻഡോസ് യൂസസ് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് ഫീച്ചർ. ദിസ് സജസ്റ്റ് that whatever appear on the monitor, the same will be taken out the printout. Okay, that is a main feature.
And next, supporting with that, we can see it's a GUI. What is my GUI? Graphical user interface. It is graphics based computer. Okay, we can see the pictures, color pictures, etc. etc. Here you can see the color pictures, icons, etc. Okay, that is graphical user interface. Windows is called a graphical user interface based on the operating system because graphics are used to communicate with the computer. Pictures use ചെയ്തിട്ട് icons use ചെയ്തിട്ടൊക്കെയാണ് we can communicate with the computer. ഓൾഡൻ ഡേയ്സിൽ അങ്ങനെയായിരുന്നില്ല, വെറും കോഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണമായിരുന്നു. എല്ലാം ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇൻ ഓൾഡൻ ഡേയ്സ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ടു ദ കമ്പ്യൂട്ടർ യൂസിങ് ദ കോഡ്സ്. Okay, only keyboard is the only input device that is used in the olden days. But in graphical user interface computers, here we can see the mouse, then graphic tablet, then light pen, etc. Okay, that is the second feature. And the third feature is it is very user friendly. അല്ലേ, നമുക്ക് ജസ്റ്റ് കാണാം, നമുക്ക് ഇതേപോലെ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കാം, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ദാറ്റ് ഇസ് എ യൂസർ ഫ്രണ്ട്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതൊരു ചെറിയ കുട്ടിക്കാണെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ ഫോർത്തിലെത്തി അല്ലേ, പക്ഷെ നിങ്ങൾ ചെറിയൊരു LKG പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് കൊണ്ട് കൊടുത്താൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം മൗസ് യൂസ് ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. വി ക്യാൻ യൂസ് ദ മൗസ് ടു ഡ്രോ ദ പിക്ചർ. യു ക്യാൻ ഈസിലി യൂസ് ബൈ എനി ഏജ് പേഴ്സൺ. ഓക്കെ, നെക്സ്റ്റ് ഈസ് using of icons. Here you can see these are the icons available in the desktop. Okay, ഈ ഐക്കൺസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഓൺ ദിസ് ഐക്കൺ ആൻഡ് യു ക്യാൻ ഓപ്പൺ ദ വിൻഡോ ഹിയർ. Okay, that is the next feature. Windows use picture icons. We can work on it by just clicking on these icons. Okay, that is the fourth feature. And next is Windows helps you do many things at a time. Okay, you can see here there are so many windows are open here. Okay, similarly I can also open the music, and here listen the music with this, and also I can take the printout at the same time. Okay, that's the same here also we can see the same point. Okay, next point is we can have multiple number of programs available here. You can see the start button and all programs. You can see calculator, then paint, etc. See, paint, sticky or record sounding, sticky notes, okay, notepad, calculator. So many things are available in the Windows platform. In olden days, we cannot have these types of we are not available with these types of softwares or programs. You can have the gaming softwares, you can have WordPad, you can have Notepad, calculator, paint, etc. Okay, and the last point is multitask that we have already seen here. You can do number of things at the same time. You can play game at the same time, you can listen to music, or you can at the same time you can take the printout. Okay, these are some of the main features of Windows. First is what you see is what you get, and next is graphical user interface, and third is very friendly user friendly operating system. By clicking or dragging the mouse button, you can open or you can close anything by clicking on the icon. You can do many things at a time. Next is you can have number of programs like calculator, paint, word, etc. And the last is you can do more multitask or multiple tasks at the same time. Okay, these are the main features of Windows. Okay, I think it's clear. And next we are moving to the next part, working with Windows 7. By seeing this picture, it's very simple thing. Okay, the screen is very simple. ഒന്ന് നോക്കാം, എൻ്റെ കമ്പ്യൂട്ടറിന് ഈ സ്ക്രീൻ ഇതിൽ കുറെ ഐക്കൺസ് ഉണ്ട്, നോക്കണ്ട, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും അല്ലേ. ഈ കാണുന്ന സ്ക്രീൻ, ദ സ്ക്രീൻ വിച്ച് യു ആർ സീയിങ് നൗ ഈസ് ദ ഡെസ്ക് ടോപ്പ്. What is the desktop? Okay, mainly there are four parts in a desktop, four contents or four important things in a desktop. Which are they? Wallpaper, screen server, icons, taskbar. ഇതിൽ ഫെമിലിയർ ആയിരിക്കും. വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്?
സ്ക്രീൻ സെർവർ എന്ന് പറഞ്ഞതാണ്, ഐക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാസ്ക് ബാർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരു 4 കാര്യങ്ങളാണ് ഏതൊരു സ്ക്രീൻ ഓപ്പൺ ചെയ്ത് ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വരുന്നത്. ഓക്കെ, വെൻ യു സ്വിച്ച് ഓൺ ദ കമ്പ്യൂട്ടർ you can see the desktop within a 5 or 10 seconds. ഓക്കെ, ഇതേപോലെ നമ്മൾ സ്ക്രീനിലേക്ക് വരുന്ന ഈ ഒരു സ്ക്രീനിനെയാണ് നമ്മൾ ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഈ ഒരു സ്ക്രീനിനെയാണ് ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൾ പേപ്പർ എന്ന് പറയുന്നത്. വി ക്യാൻ സീ ദിസ് ആസ് എ വാൾ പേപ്പർ, ദിസ് കളർഫുൾ പിക്ചർ ആസ് വാൾ പേപ്പർ. And next thing is icons. These are all the icons in my computer. Okay, there are different number of icons available here. And the bottom, at the bottom you can see a bar, that is the task bar. The screen ചെറിയൊരു blinking ഉണ്ടായിരിക്കും, നോക്കണ്ട. Okay, these are the task bar which you have all open, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ഫയൽസും ഇവിടെ മിനിമൈസ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും. You can see 1 2 3 4 5 5 വിൻഡോസ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഈ 5 കൂടി നമ്മൾ ചെയ്യുന്ന ടാസ്കുകളൊക്കെ ഇവിടെ കാണുന്നത്. ടാസ്ക് മീൻസ് എന്താണ്, നമ്മൾ ചെയ്യുന്ന ജോലികൾ അല്ലെ. ഇപ്പൊ ഞാൻ ഈ 5 വിൻഡോസ് ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ട്, സോറി 5 സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലെ. ഈ 5 കൂടി കാണിക്കാനാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ, ഇറ്റ്സ് എ മെയിൻ ഐക്കൺ ഇൻ ദ ടാസ്ക് ബാർ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം സ്റ്റാർട്ട് ബട്ടൺ. ഓക്കെ, ദീസ് ആർ ദ 4 important things, and now you see only 3 things. These are the 3 things: wallpaper, icon, taskbar. And screen saver നമ്മൾ എപ്പോഴാണ് കാണാം? Yes, screen saver will appear only when the screen or the computer will remain idle for some minutes. Okay, നമ്മൾ കമ്പ്യൂട്ടർ ഐഡിയൽ ആയി നിൽക്കണം. ഐഡിയൽ ആയി നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ വരുന്നതിനാണ് സ്ക്രീൻ സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺ ചെയ്തതാ, വെൻ യു സ്വിച്ച് ഓൺ എ കമ്പ്യൂട്ടർ ദ വിൻഡോസ് ലോഗിൻ സ്ക്രീൻ അപ്പിയേഴ്സ്. നമ്മൾ ചില സമയത്ത് ലോഗിൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് പാസ്വേഡ് എല്ലാം കൊടുത്ത് നമ്മുടെ സ്ക്രീൻ ഫസ്റ്റ് ഓപ്പൺ ആയി വരുന്ന ഈ ഒരു വിൻഡോനെയാണ് നമ്മൾ എന്ത് പറയണത്, ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, the initial window or the beginning window of the computer is known as the desktop, and we can have mainly 4 parts, 4 things. First is the background, that is wallpaper, and second is the icons which you are seeing this, and third one is the taskbar, and the main important icon is the start button, and the fourth one is screen saver. When you remain the mouse or we remain the system for idle for some minutes, the screen saver will automatically appear on the screen. Okay, these are the main things. Okay, we will continue in the next video.